ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി, സ്ത്രീ സുരക്ഷാ പദ്ധതി. 35-60 പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 1000 രൂപ പെൻഷനുള്ള അപേക്ഷകൾ 2025 ഡിസംബർ 22 തിങ്കളാഴ്ച ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹത. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗർ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ്, കുടുംബ, EPF പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യമുണ്ടാകില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലിയെടുക്കുന്നവരെ പരിഗണിക്കില്ല. പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. അപേക്ഷയോടൊപ്പം ഹാജരാക്കാൻ കഴിയാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയ്ക്കൊപ്പം നൽകണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഉൾപ്പെടുത്തണം. തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റുന്നവർ 18% പലിശ സഹിതം തുക തിരിച്ചടയ്ക്കേണ്ടതാണ്. സ്ത്രീകൾക്കുള്ള ഒരു സ്വപ്ന പദ്ധതി തന്നെയാണിത്.